അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു $10 എൻട്രൻസ് ഫീ ഉണ്ട്. അത് കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലത്തെ ബോക്സ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 4 പേര് വന്നിട്ടുണ്ട്, ഞാൻ 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള സ്ട്രോബെറീസ് നമുക്ക് എടുക്കാം. അതുപോലെ ഈ ഫാം ഫുള്ള് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ്, ഇന്നിപ്പം നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു സീസണിലാണ് ഇവിടെ സ്ട്രോബെറീസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജൂൺ ടു നവംബർ ആണ് വിൻ്ററും സ്പ്രിങ്ങും ആ ഒരു സീസണൊക്കെ വരുന്നത്. അപ്പോൾ നോർമലി ഈ ഒരു ടൈമിലാണ് സ്ട്രോബെറീസൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുവരെ ഫാംസൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഒക്ടോബർ ഒരു 2 weeks ഒക്കെ ആയിട്ടാണ് ഇതൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയത്. ഹായ്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ശരിക്കും നല്ലൊരു വ്യൂ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കാരണം നമുക്ക് കാണാൻ ഇങ്ങനെ വലിയ വലിയ ചെടികളൊന്നും അല്ലല്ലോ ഈ സ്ട്രോബെറിക്കുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമായിരുന്നു ഈ ഒരു ഫാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും റൂൾസൊക്കെ എഴുതിയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ട്രോബെറീസ് കഴിക്കാൻ അലൗഡ് അല്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബോക്സിൽ നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ചിട്ട് അതിനുള്ളിൽ വെക്കാം. എന്നിട്ട് ആ ഒരു ബോക്സിനാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. Aira? ഇങ്ങനത്തെ ഫാമിൻ്റെ ഒക്കെ ഒരു മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉള്ളൊരു എയിം എന്ന് പറയുന്നത്. കാരണം ഇവിടെ നോർമലി ഇവിടെ നമ്മൾ ഷോപ്പിൽ വെച്ച് നോക്കുമ്പം റേറ്റ്സൊക്കെ കുറച്ച് കൂടുതലാണ്. സാധാരണ നമുക്ക് ഒരുവിധം എല്ലാ ഫാമിലും, ഇപ്പം എങ്ങനത്തെ ഫാമിലാണെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു ഫ്രൂട്ട് അത് കഴിക്കാൻ അലൗഡാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് അലൗഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്ഷനൊക്കെ കുറവാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലും കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലേബേഴ്സൊക്കെ കുറവുള്ളതുകൊണ്ട് പ്രൊഡക്ഷനൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കഴിക്കാൻ ഇപ്പം അലൗഡ് അല്ലാത്തത്. കുറേയൊക്കെ കേട് വന്നുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് എടുക്കണം ഇതിൽ.
മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു സ്ട്രോബെറി ഫാമിൽ വന്നിട്ട് ഇങ്ങനെ ഫ്രഷ് സ്ട്രോബെറീസ് പറിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫാമിലിനായിട്ടൊക്കെ വന്നിട്ട് ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ഒരു ഫാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാമിൻ്റെ അടുത്ത് തന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്. അവിടെ മെയിനായിട്ട് സ്ട്രോബെറി ജാം ഉണ്ട്, സോസ് ഉണ്ട്, പിന്നെ ഐസ്ക്രീംസ്, ഹണി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവരവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി പിക്കിംഗ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചുള്ള എല്ലാ കമൻസും നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് പറയാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്